Excuse me. What happened? Mamma mia, really fantastic, elastic and plastic. അപ്പന്മാർ കൊണ്ട് നടക്കുന്ന നല്ല ഒന്നാന്തരം സ്റ്റേക്ക്. I am joking. ആ ഫോണിങ് തരൂ അങ്കിൾ. അങ്കിളിന്റെ ഫോട്ടോ ഞാൻ എടുത്തു തരാം. ഓ അങ്കിളെ അങ്കിൾ പേടിക്കണ്ട. അങ്കിളിന്റെ ഫോണും കൊണ്ട് ഞാൻ ഓടില്ല. പ്രോമിസ്. ഓക്കേ. 100. ഹലോ പോലീസ് അങ്കിൾ, ഇന്നലെ ബാങ്കിൽ മോഷണം നടന്നില്ലേ? അത് ഞാനാ ചെയ്തത്. ഇവിടെ മെയിൻ റോഡില് മഞ്ഞ വരെയുള്ള ബനിയനിട്ട് ഞാനാ നിൽക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ വന്ന് പിടിക്ക്. അയ്യോ, നീ എന്ത് അബദ്ധമായി വിളിച്ചു പറഞ്ഞത്? മമ്മിയാ, മണ്ടിത്തരമല്ലേ കാണിച്ചത്? ആരാ പറഞ്ഞത് എന്റെ കയ്യിൽ ഫോൺ തരാൻ? നീ പറഞ്ഞിട്ടല്ലേ ഫോൺ തന്നത്? അതും എന്റെ സെൽഫി എടുക്കാൻ വേണ്ടി. അയ്യോ, ഇനി പോലീസുകാർ വന്ന് എന്നെ പിടിക്കുമല്ലോ. അയ്യോ, രക്ഷിക്കടേ. ഐ എം ജോക്കിംഗ്. ഇന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു മൂഡിലാ ഞാൻ. എല്ലാവരോടും നുണ പറഞ്ഞ് അവരെ പറ്റിക്കും ഞാൻ. വേഗം വാ. നിന്നെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ചാടിക്കോടെ കുട്ട, നിന്നെ ഞാൻ പിടിച്ചോളാം. ഐ എം ജോക്കിംഗ്. മമ്മിയ, മുകളിൽ നിന്ന് എന്തിനാ വെറുതെ എടുത്ത് ചാടിയത്? ഐ എം ജോക്കിംഗ്. ഇനി ഇവർക്ക് കൊടുക്കാം അടുത്ത പണി. ഞങ്ങളുടെ കേക്ക് കൂടെ എടുത്ത് കഴിക്കുന്നോ? നീ ആളെ കൊള്ളാലോടാ. സ്വന്തം കൂട്ടുകാരെ കുറിച്ച് ഒരു ചിന്ത നിനക്കില്ല അല്ലേ? അയാളൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തത് കുരങ്ങനാണ്. നിങ്ങളുടെ കേക്ക് എടുത്ത് ഇയാളുടെ പ്ലേറ്റിലിട്ടിട്ട് ഓടിക്കളഞ്ഞതാണ്. ഹി വാസ് ടേക്കിംഗ് ആൻഡ് ഐ എം നോട്ട് ജോക്കിംഗ്. ആഹാ, എന്ത് നല്ല കുട്ടിയാണ് ഇവൻ. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പണ്ടാരോ പറഞ്ഞത് സത്യം തന്നെയാണ്. മോനെ ചക്കരക്കുട്ട, നിന്റെ പേരെന്താണ്? പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വളവും തിരിവും വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അനിയെന്നാണോ? അല്ല, സുനി. ഒരിക്കലുമല്ല. എന്നാ പിന്നെ ശനിയെന്നായിരിക്കും. എന്റെ പേര് കാശി എന്നാണ്. മമ്മിയ, മോശമായി പോയി. എന്തിനാ തെറ്റിദ്ധരിച്ചത്? ഞാൻ വീട്ടിലോട്ടുള്ള വഴിയും മറന്നുപോയി. ഇതാണ് എന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ മാപ്പ്. ഇത് നോക്കി നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്താൻ സഹായിക്കണം. കുട്ടിയാണ്. ഈ മാപ്പ് നോക്കി ഇവനെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കാം. അല്ലെങ്കിൽ വഴി തെറ്റി ഇവൻ സിംഹത്തിന്റെ ഗുഹയിലെങ്ങാനും പോയി എത്തിപ്പെടും. എന്നാ വാ പോകാം. ഹണി, നീ വഴി നോക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ മതി. പക്ഷെ അത് കുറിച്ച് കുഴങ്ങിയ മാപ്പാണ്. മാപ്പിൽ നിന്ന് കണ്ണെടുക്കാനും പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ വഴി വീണ്ടും തെറ്റിപ്പോവും. മാപ്പിൽ മാത്രം നോക്കിയിരുന്ന പിന്നെ എങ്ങനെ ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കുവോ പോകുന്ന വഴി ഏതാണെന്ന്? സംശയമുണ്ടോ? എന്നാ പിന്നെ നമുക്ക് പോയാലോ? ദാ അവര് പോയി കഴിഞ്ഞല്ലോ. പിന്നെ ആരോടായി സംസാരിക്കുന്നത്? എന്നാ പിന്നെ പോവാം. അയ്യോ അയ്യോ, ഇവനെ സേഫായിട്ട് വീട്ടിലെത്തിക്കാൻ ഇറങ്ങിയതാ. ഞാനിപ്പോ അൺസേഫ് ആയി. സംശയമുണ്ടോ? ഇത് ഈ കാട്ടിലെ ഫ്രഷ് ആയ ഫ്രൂട്ട്സ് ആണ്. ഇത് കഴിക്കുന്നവരുടെ ബോഡി നല്ല റിലാക്സ് ആവും. കൂടാതെ മുറിവുകളും നല്ല ഭേദമാകുന്നതാണ്. ഐ ആം ജോക്കിംഗ്. നീ എന്ത് പഴോ ഞങ്ങൾക്ക് തന്നത്? കുറച്ച് വികൃതിയുണ്ട് ഇവന്. പക്ഷെ ചെറിയ കുട്ടിയാണ്. കൺഫ്യൂഷൻ ആയതായിരിക്കും. വരും, നമുക്ക് മുന്നോട്ട് പോകാം. മോനെ, ഇവിടുന്ന് വഴി വളരെ എളുപ്പമാണ്. നീ ഇനി ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോക്കോ. ഓക്കേ? എടാവൻ കുട്ടിയാണ്. നമുക്ക് അവനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം.
എന്റെ അമ്മയെ കണ്ടിട്ട് കൊക്ക പോലുണ്ട്. ഇത്ര ഉയരമുള്ളത് കൊണ്ട് ചിറകുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോ താഴെ പോവും. സംശയമുണ്ടോ? അഥവാ ഈ പാലം കിടക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരിക്കലും എന്റെ വീട്ടിലെത്താൻ പറ്റില്ല. ശരി, നിന്നെ ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഐ ആം ജോക്കിംഗ്. കൂട്ടുകാരെ സൂക്ഷിച്ചു. അയ്യോ, ഞാനിതാ പോണേ. നോക്കി നിൽക്കാതെ ആരെങ്കിലും കൂടെ ചാടി എന്നെ രക്ഷിക്കടാ. കട്ടിലിനടി കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. വൈഫൈയുടെ പാസ്വേഡ് ആണ്. ഹണി ബുദ്ധിമാനാണ്. പോപ്പട്ടെ, കണ്ണു തുറന്ന് നോക്ക്. വീണതല്ല, നീ പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലേ? എനിക്ക് നിന്നോട് നന്ദിയുണ്ട് പോപ്പട്ടെ. നീ ഹണി ബുദ്ധിമാനാണെന്നല്ലേ വൈഫൈ പാസ്വേഡ് വെച്ചിരിക്കുന്നത്? ആരും മനസ്സിൽ ചിന്തിക്കാത്ത വേർഡായിരിക്കണം നമ്മൾ പാസ്വേഡിൽ ഉപയോഗിക്കേണ്ടത്. സംശയമുണ്ടോ? മമ്മിയ, ഒരു കാക്കതിന്റെ കൊക്ക് കൊണ്ട് കയറി മുറിക്കുകയാണ്. എന്ത്? എന്നെ രക്ഷിക്കണേ. കൊച്ചളിയ, നിന്റെ കൈ എനിക്ക് താ, വേഗം താ. രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ. മണി, വേഗം നിന്റെ കൈ താ. അയ്യോ, രക്ഷിക്കണേ. നീ നല്ലവനാ സോർദാറെ. എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം നീ ഇത്രയും ദൂരം ഏതായാലും വന്നില്ലേ? എടാ, ഞാനും വീഴാൻ പോടാ ഹണി. അല്ലട കൊച്ചെ, നീ എങ്ങനെയാ താഴെ എത്തിയത്? അതാ റോപ്പ് വഴിയാ, ആ സൈഡിൽ തന്നെ ഉണ്ട്. മമ്മിയാ, ഞാനൊരു കുട്ടിയായത് കൊണ്ട് ഫ്രീ ആയിട്ട് റൈഡ് തന്നതാ. ഇതല്ല ഈ മാപ്പിന്റെ കുഴപ്പ. നന്ദർ ആർട്സ് ആൻഡ് ഡ്രോയിങ് ബുക്കിന്റെ ഈ മാപ്പ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. എന്ത്? ആർട്സിംഗ് ഡ്രോയിങ് ബുക്ക്? അപ്പോ ഇത് മാപ്പല്ല, ആരുടെ ഡ്രോയിങ് ഷീറ്റ് ആണ്. വേറെ ആരുടെ അല്ല, ദാ ഇവന്റെ തന്നെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ എന്റർടൈൻമെന്റ് വളരെ നന്നായിരുന്നു. നാളെ ഇതുപോലെ മറ്റാർക്കെങ്കിലും ഞാൻ പണി കൊടുക്കും. ഇവനൊരു കുരുത്തക്കട ചെറുക്കനാ. അടിച്ചവന്റെ പുറം പൊളിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല കേട്ടോ. ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഐ എം ജോക്കിംഗ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. മമ്മിയാ, എന്നാ ഇനി പിന്നെ കാണാം. കുറച്ച് കുറുമുട്ടാ, എന്നാലും കുട്ടി തന്നെയാണ്. നീ മിണ്ടി പോരുത്. കുട്ടിയാണെന്ന് പറഞ്ഞ് കുറെ നേരം മുമ്പ് തലേ കയറ്റി വെച്ചതല്ലേ. വാ തുറന്ന നുണയല്ലാണ്ട് പറയില്ലവൻ. ഇവന്റെ ഈ നുണ പറയുന്ന ശീലം ഏതെങ്കിലും അപകടത്തെ കൊണ്ട് പെടുത്തായിരുന്നാ മതി. അവനെ ഒന്ന് നന്നാക്കി എടുക്കണം. ഐഡിയ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എനിക്ക് 15 കുട്ടികളുണ്ട്. അവർക്ക് ഏതായാലും ഒരു നേരത്തേക്കുള്ള ആഹാരം കിട്ടി. ആരെങ്കിലും രക്ഷിക്കണേ. പോയി എല്ലാം കൂടെ. ബണ്ണി, എന്നെ ഒന്ന് സഹായിക്ക്. ആ പരും തന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്കുവാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ടും അതൊട്ടും കേൾക്കുന്നില്ല. ഈ കുട്ടിക്ക് വികൃതി കൂടുതലാ. ദേ പിന്നെയും ഓരോന്ന് പറഞ്ഞു വരികയാണ്. ഇനി നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. കൊച്ചളിയ, എനിക്ക് ഈ സിംഹം എന്ന് വെച്ചാ ഭയങ്കര പേടിയാ.
അതെങ്ങനെ അടുത്തോട്ട് വന്നാ ഞാൻ എന്ത് ചെയ്യും കൊച്ചളിയാ? എന്നാ അപ്പൊ തന്നെ നീ മാസ്ക് എടുത്ത് മാറ്റിയാ മതി, സിംഹം ഓടി പൊയ്ക്കോളും. എനിക്ക് 20 കുട്ടികളുണ്ട്. അവരുടെ വയറ് നല്ലോണം നിറഞ്ഞായിരിക്കുന്നത്. അങ്ങനെ ലഞ്ചിന് ശേഷമുള്ള ഡിന്നറിന്റെ കാര്യം ഓക്കെ ആയി. ബണി, എന്നെ ഈ കാട്ടുമൃഗങ്ങളിൽ നിന്നൊന്ന് രക്ഷിക്കൂ. മമ്മയ്യ, ഞാൻ പറയുന്നതൊന്നും കള്ളമല്ല. എനിക്കെല്ലാം അറിയാം. നീ അവസാനം പറയും ഇത് ഫ്രാങ്ക് ആണെന്ന്. ക്യാമറ എവിടെയാണ്? കറക്റ്റ് സമയത്താ ഞങ്ങൾ നിന്നെ വന്ന് രക്ഷിച്ചത്. മറ്റുള്ളവരെ പറ്റിച്ച ഇങ്ങനെ ഇരിക്കും. എല്ലാവരെയും ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ ആളുകൾ മൊത്തം നിന്നെ ആ രീതിയിലേ കാണുകയുള്ളൂ. ആരും നിന്റെ വാക്കുകൾ വിശ്വസിക്കുകയില്ല. മാത്രമല്ല, നീ ഒറ്റയ്ക്ക് ചെന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്യും. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല, മറ്റുള്ളവരെ പറ്റിക്കേയില്ല. എന്നോട് ക്ഷമിക്കണം. ഐ ആം നോട്ട് ജോക്കിംഗ്. ഇപ്പൊ ഈ 3 മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ നിന്നെ രക്ഷിച്ചു. പക്ഷെ ബാക്കി 50 പേര് നിന്റെ പുറകിൽ നിൽക്കല്ലേ? അവരുടെ കയ്യിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുന്നേ? അതിനവിടെ എങ്ങും ആരും ഇല്ലല്ലോ. ഐ ആം ജോക്കിംഗ്.